നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകത്തിൻ്റെ റെഡ് സ്പോട്ട് അഥവാ ഏറ്റവും സംഘർഷ മേഖലയായി പശ്ചിമേഷ്യ മാറുന്ന വാർത്തകളാണ് ഈ ഒരു പ്രഭാതത്തിൽ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഇസ്രയേൽ ഗാസ യുദ്ധം പോലെ ഒരുപക്ഷെ ഇസ്രയേലിന് മേൽക്കൈയുള്ള ഏകപക്ഷീയമായ ഒരു യുദ്ധമായൊന്നും ഇസ്രയേൽ ഇറാൻ യുദ്ധത്തെ കാണാൻ സാധിക്കില്ല. ഒന്ന്, ഏറ്റവും വലിയ ആയുധം സൈന്യമൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാനാണ് ഇസ്രായേൽ. അങ്ങനെയാണെങ്കിൽ ഇറാനാകട്ടെ ഒരു പ്രമുഖ ആണവശക്തിയായി നമുക്ക് കരുതാവുന്ന യുറേനിയം സമ്പുഷ്ടീകരണം സ്വയം നടത്തി അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മറ്റാർക്കും കൈമാറാതെ സ്വയം കരുത്താർജിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രം. ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്താകമാനം വലിയ രീതിയിലുള്ള സമാധാനം കെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഒരു സംഘർഷം കുറയ്ക്കാൻ, ഇല്ലാതാക്കാൻ, ഇരു രാജ്യങ്ങളെയും സംയമനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ് പ്രധാനമായ നീക്കങ്ങൾ ലോകത്ത് നടക്കേണ്ടത്. അത് ഇപ്പോൾ നടക്കുന്നതും. അഹമ്മദാബാദ് വിമാനാപകടത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ഇനിയും വളരെ വ്യക്തമായ ഒരു കാരണങ്ങളൊന്നും വ്യോമയാന മന്ത്രാലയത്തിന് നിരത്താൻ സാധിച്ചിട്ടില്ല. അതറിയാൻ ജീവൻ പൊലിഞ്ഞവരുടെ ബന്ധുക്കളെല്ലാം കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നത്. നിലമ്പൂരിൽ പ്രചരണത്തിൻ്റെ ചൂടൊട്ടും കുറയുന്നില്ല. അവസാന ലാപ്പിലാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. വിശദമായ റിപ്പോർട്ടുകളിലേക്കൊക്കെ എത്താം. ആദ്യം തലക്കെട്ടുകൾ. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷം. ഇസ്രയേലിന്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകി ഇറാൻ. ജെറുസലേമിലും ടെലവീവിലും മിസൈൽ ആക്രമണം. 150 കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാൻ. ഒരാൾ മരിച്ചു, 60 പേർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി ഇസ്രയേൽ. ടെഹ്റാനിൽ വീണ്ടും ആക്രമണം നടത്തി ഇസ്രയേൽ. ഇതുവരെ 78 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ. അറബ് രാഷ്ട്രത്തലവന്മാരുമായി സംസാരിച്ച ട്രംപ്. സംയമനം പാലിക്കണമെന്ന് UN. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനയ്ക്കായി സഹോദരന്റെ സാമ്പിളുകൾ ഇന്ന് ശേഖരിക്കും. മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA സാമ്പിൾ ശേഖരണം തുടരുന്നു. ഇതുവരെ സാമ്പിൾ നൽകിയത് 200 പേർ. സംസ്ഥാനത്ത് വീണ്ടും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. കണ്ണൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. നിലമ്പൂരിൽ അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ പ്രചരണം ശക്തമാക്കി മുന്നണികൾ. മണ്ഡലത്തിൽ തുടർന്ന മുഖ്യമന്ത്രി. വഴിക്കടവിലും എടക്കരയിലും ഇന്ന് പൊതുയോഗം. പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തി. നാളെ നിലമ്പൂരിൽ പ്രചാരണത്തിന് എത്തും. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ചൊല്ലി കോഴിക്കോട് DFOയും അക്കൗണ്ടന്റ് ഹെഡും തമ്മിലുള്ള സംഘർഷം രൂക്ഷം. ജില്ലാ ഫോറസ്റ്റ് ഡിവിഷന്റെ പ്രവർത്തനം താളം തെറ്റുന്നു. ദിവസവേതനക്കാർക്കുള്ള ശമ്പളവും കൃഷിനാശം നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാര വിതരണവും മുടങ്ങിയേക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക വിജയത്തിനരികെ. 282 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 2 വിക്കറ്റ് നഷ്ടത്തിൽ 213 റൺസ് എന്ന നിലയിൽ. ഈഡൻ മാക്രത്തിന് സെഞ്ചുറി. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാവുകയാണ്. ഇസ്രയേലിന്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയാണ് ഇറാൻ നൽകുന്നത്. ജെറുസലേമിലും ടെലവീവിലും മിസൈൽ ആക്രമണം. ഒരാൾ മരിച്ചു, 60 പേർക്ക് പരിക്ക്. ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി ഇസ്രയേൽ. 150 കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാൻ വാദിക്കുമ്പോൾ ടെഹ്റാനിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. അതേസമയം ലോകരാഷ്ട്രങ്ങൾ സമാധാനാഹ്വാനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഐശ്വര്യ ചേരുകയാണ്. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഈ പറഞ്ഞതുപോലെ ഓരോ സുപ്രഭാതവും ഏറ്റവും നല്ലതായി, മനോഹരമായി നല്ല വാർത്തകൾ കേട്ടുകൊണ്ട് തുടങ്ങണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഇപ്പോൾ പറയുന്നത് ഈ പശ്ചിമേഷ്യയിലെ ഇഷ്യൂസ് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റെഡ് സ്പോട്ട്, ലോകത്തിലെ ഒരു അങ്ങേയറ്റം ഒരു അപകടം പിടിച്ച മേഖല, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് ഉള്ള, സംഘർഷമുള്ള ഒരു മേഖലയായി പശ്ചിമേഷ്യ മാറുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേൽ ഗാസയെ നേരിട്ട ഒരു സാഹചര്യമല്ല ഇസ്രയേൽ ഇറാനെ നേരിടുമ്പോൾ എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ഇസ്രയേൽ ഇതെല്ലാം മനസ്സിലാക്കി തന്നെ ആയിരിക്കണം ഇറാനെതിരെ ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നതും.
ഇസ്രയേൽ ഏറ്റവും വലിയ, അതായത് സൈനിക ശക്തിയും ആർമിയും ഒക്കെയുള്ള ഒരു രാഷ്ട്രമെങ്കിൽ ഇറാൻ അതുപോലെ യുറേനിയം സമ്പുഷ്ടീകരണം അടക്കം വലിയ രീതിയിൽ ആണവ ആയുധ നിർമ്മാണത്തിൽ ഒരുപടി മുന്നോട്ട് നിൽക്കാൻ ഒരുപക്ഷെ ലോകരാജ്യങ്ങളും അത്തരത്തിൽ പേടിക്കുന്ന ഒരു രാഷ്ട്രം തന്നെ. അപ്പോൾ ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുമ്പോൾ ആ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിനാകെ ഒരു അശാന്തതയാണ്, ആശങ്കയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദിനം തുടങ്ങുന്നത് അത്ര ശുഭകരമായല്ല തുടങ്ങുന്നത്. കാരണം ഒരു യുദ്ധ മുനമ്പിലാണ് പശ്ചിമേഷ്യ എന്ന് പറയുന്നത്. കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൊരു സംഘർഷം എടുക്കുകയാണെങ്കിൽ ഇന്നലെ ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇറാന് നേരെ അഴിച്ചുവിട്ടിരുന്നത്. അതേസമയം ഇപ്പോൾ കൃത്യമായ രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ് ഇസ്രായേലിന് നേരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ് വലിയ രീതിയിലാണ് ഇപ്പോൾ ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇസ്രായേൽ എത്തരത്തിലാണ് ഇറാന് നേരെ ഒരു ആക്രമണം അഴിച്ചുവിട്ടത് എന്ന്. എന്നാൽ 24 മണിക്കൂർ ആയപ്പോഴേക്കും തന്നെ ഇറാൻ കൃത്യമായി അതിന് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ആ ഒരു തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ പോലും പ്രതീക്ഷിച്ചില്ല ഇത്തരം ഒരു വലിയൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന്. കാരണം ജെറുസലേമിലും അതുപോലെ തന്നെ ടെൽ അവീവിലും വലിയ രീതിയിലുള്ളൊരു മിസൈൽ വർഷമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഈ ഇസ്രായേൽ വാദിക്കുന്നത് ലോകത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു വ്യോമ പ്രതിരോധ മേഖലയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് ഇസ്രായേൽ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ആ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയൊക്കെയും തകർത്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിന് നേരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വലിയ രീതിയിലാണ് ഇറാൻ നേരെ ഒരു ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നു ഇറാൻ ഒരു തിരിച്ചടി നടത്തുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ജനങ്ങളോട് ബങ്കറുകളിലേക്ക് മാറാൻ പറഞ്ഞിരുന്നതും. പക്ഷേ ജനങ്ങൾ അത്തരത്തിൽ നിർദ്ദേശങ്ങളെല്ലാം കേട്ട് ബങ്കറുകളിലേക്ക് മാറിയിരുന്നുവെങ്കിലും വലിയ രീതിയിലാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ്റെ ആക്രമണം അതിലൊരു അതിശയോക്തിയില്ല. കാരണം വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇറാന് വരുത്തിയിരിക്കുന്നത്. 6 ആണവ ശാസ്ത്രജ്ഞരെയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അവരുടെ നേതാവിനെ, അതായത് സൈനിക തലവനെയാണ് ഇസ്രായേൽ ഈ ഒരു ആക്രമണത്തിൽ വധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ 40 പേരാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തു. കൂടാതെ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിലിപ്പോൾ ഇസ്രായേൽ ഇങ്ങനെയൊരു തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുണ്ട്. കൂടാതെ ഇസ്രായേൽ പറയുന്നത് സാധാരണ ജനങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. കൂടാതെ ഇറാന്റെ പരമോന്നത നേതാവ് പറയുന്നൊരു കാര്യമുണ്ട്, ഇനി ഇസ്രായേലിനെ മുട്ടുകുത്തിക്കാതെ തങ്ങൾ പിന്നോട്ട് പോകില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇസ്രായേലിലേക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തുമ്പോൾ ഈ ജോർദാനും ഇറാഖിനെയും മറികടന്നാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ഒരു ആക്രമണം അല്ലെങ്കിൽ മിസൈൽ ആക്രമണം നടത്തുന്നത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ 3 തരത്തിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ഒന്ന് മിസൈൽ ആക്രമണം, ഒന്ന് ഡ്രോൺ ആക്രമണം, കൂടാതെ റോക്കറ്റുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം. അങ്ങനെ 3 രീതിയിലാണ് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടത്. കൂടാതെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ടെൽ അവീവിൽ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുകയാണെന്നും വിമാനത്താവളത്തിന് നേരെ ഉഗ്രസ്ഫോടനം കേട്ടതായും ഒക്കെ അവിടുത്തെ പ്രദേശവാസികളും ഒക്കെ പറയുന്നുണ്ട്. ഈ വാർത്തകളൊന്നും സ്ഥിരീകരിക്കാനായിട്ടില്ല, ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. അതേസമയം ഇറാൻ മറ്റൊരു കാര്യം സ്ഥിരീകരിക്കുന്നത്, ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 130 പേരുടെ ജീവൻ നഷ്ടമായതായി ഇപ്പോൾ ഇറാൻ സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി പ്ലാൻ ചെയ്താണ് ഇന്നലെ ഈ ഒരു ആക്രമണം നടപ്പാക്കിയത് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. തങ്ങളുടെ ആവശ്യമായിരുന്നു ഇങ്ങനെ ഒരു ഇറാന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തുക. അതും ഇറാൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറാനിൽ നിന്നുള്ള ആണവായുധ ഭീഷണി ഒഴിയുന്നത് വരെ ഈ ഒരു ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ലോകരാജ്യങ്ങളോട് തന്നെ വ്യക്തമാക്കിയത്. ഇനി സ്വപ്ന, ഈ ഒരു വാർത്തയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ലോകരാജ്യങ്ങളൊക്കെയും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. അതായത് ഇപ്പോൾ ട്രംപാണ് ഈ വിഷയത്തിൽ കൂടുതലായും ഇടപെടുന്നത്. ഈ അറബ് രാഷ്ട്രങ്ങളുമായി ട്രംപിന് വലിയൊരു അഭേദ്യമായ ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഒമാനുമായും അതുപോലെ തന്നെ സൗദിയുമായും ഇപ്പോൾ ഇറാനുമായും ഇറാഖുമായും ഈ സമീപ രാഷ്ട്രങ്ങളുമായി ഒക്കെയും ട്രംപ് ചർച്ച നടത്തിയിട്ടുണ്ട്. കാരണം സമാധാനമാണ് വേണ്ടത്, സമാധാന പാതയിൽ മുന്നോട്ട് പോകണമെന്നാണ് ട്രംപ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ ഐശ്വര്യ, ഞാൻ ഇടപെടുകയാണ്. ഈ പറഞ്ഞതുപോലെ ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് ഈ അറബ് രാഷ്ട്രങ്ങളോടും ഇസ്രായേലിനോട് അടക്കം സമാധാനത്തിന്റെ പാതയിലേക്കൊക്കെ എത്തണം. പക്ഷേ നമുക്കറിയാം ഇസ്രായേൽ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ലോക സമ്മർദ്ദത്തിനോ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിനോ ഒന്നും വഴങ്ങുന്ന ഒരു രാഷ്ട്രമല്ല. കാരണം ഗാസയുമായുള്ള യുദ്ധത്തിൽ നിന്ന് നമ്മൾ കണ്ടതാണ്, പാവപ്പെട്ട നിഷ്കളങ്കരായ ജനങ്ങളെ കൊന്നൊടുക്കുമ്പോൾ പോലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാര്യമാണ് കറക്റ്റ്. കാരണം
അമേരിക്കയുമായി ഏറ്റുമുട്ടുന്നത് പോലെയല്ല ഇറാനുമായി ഏറ്റുമുട്ടുമ്പോൾ. മാത്രമല്ല അന്നും ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം ഗാസയിൽ ആക്രമണം നിർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോഴും ഇസ്രയേൽ അതിന് തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ്. തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും അങ്ങേയറ്റം ഇമ്പോർട്ടൻ്റ് എന്ന് ഇസ്രയേൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇസ്രയേൽ അതേ പോയിന്റിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതായത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, ഇറാൻ ഇത്ര യുറേനിയം സമ്പുഷ്ടീകരണം അടക്കമുള്ള ആണവ ആയുധ നിർമ്മാണങ്ങളിലേക്ക് കടക്കുമ്പോൾ തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയടക്കം അവതാളത്തിലാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഒറ്റയാൻ രാഷ്ട്രങ്ങളെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഈ നോർത്ത് കൊറിയ അതിൽ പെട്ടുന്ന ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു രാഷ്ട്രം തന്നെയാണ് ഇറാൻ എന്ന് പറയും. ഇറാനെ അപ്പോൾ വരുതിയിലാക്കേണ്ടത് തീർച്ചയായും ട്രംപ് അടക്കമുള്ള വൻശക്തികളുടെ ഇസ്രയേൽ അല്ലെങ്കിൽ നെതന്യാഹു അടക്കം അവരുടെയൊക്കെ ഒരു പൊതുവായ ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രമേയത്തിൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക അടക്കമുള്ളവർ ആ പ്രമേയത്തെ അനുകൂലിച്ചത്. റഷ്യയും ചൈനയും വിട്ടുവെന്നും നമ്മൾ അത് പ്രത്യേകമായി ഓർക്കേണ്ട കാര്യമാണ്. എങ്കിൽ കൂടിയും ഇറാനെ വരുതിയിലാക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തി അല്ലെങ്കിൽ ഈ ഒരു യുദ്ധത്തിൽ നിന്നൊക്കെ മാറാനൊക്കെയുള്ള ശ്രമം അത് എത്രത്തോളം ഫലം കാണും എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. അതെ, സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ സ്വപ്ന ആദ്യം പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. കാരണം ഈ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അവർക്കത് ഒരു വളരെ സിമ്പിളായിരുന്നു. കാരണം ഗാസയെ ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരുന്നു. പക്ഷേ ഇസ്രായേൽ ആ ഒരു ആക്രമണം പോലെ ഇറാനെ കണ്ടെങ്കിൽ അത് തെറ്റി. കാരണം ഇറാൻ എന്ന് പറയുന്നത് അത്ര വലിയ എന്തായാലും അത്ര ഇറാന്റെ ആണവശേഷി അല്ലെങ്കിൽ അവർ ഓരോ വർഷവും പ്രതിവർഷം ബജറ്റിനായി പ്രതിരോധ ബജറ്റിനായി മാറ്റിവെക്കുന്ന ആ തുകയെ നമ്മൾ വളരെ ഒരു 100 കോടിയുടെയൊക്കെ ഒരു വ്യത്യാസം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അങ്ങനെ കുറച്ച് കണ്ടുകൊണ്ട് ഇസ്രായേൽ ഈ ആക്രമണത്തിന് മുന്നിട്ടിറങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഏറ്റവും അപകടകരമായ അല്ലെങ്കിൽ ഡേഞ്ചറായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറാന്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം. അതായത് അത് 2 രാജ്യത്തെ മാത്രമല്ല അത് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുവൈറ്റും ജോർദാനും ഇറാഖും ഈ 2 രാഷ്ട്രങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഒരു ആക്രമണം ഇറാനിലേക്കും അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ആക്രമണം തിരിച്ച് ഇസ്രയേലിലേക്ക് നടത്തുമ്പോൾ അത് ഈ 2 രാജ്യങ്ങളെ മാത്രമല്ല നടുക്ക ഈ 2 രാഷ്ട്രങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ആണവ റിയാക്ടറുകൾ സെൻറ്റർ ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ അത് കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുമ്പോൾ അത് ലോക ജനതയെ ആകെ ആശങ്കയിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് എത്രയും പെട്ടെന്ന് ഈ യുദ്ധത്തിന് ഒരു പരിസമാപ്തി അല്ലെങ്കിൽ ഈ ഒരു യുദ്ധസമാന സാഹചര്യത്തിന് പരിസമാപ്തി വരുത്തേണ്ടത് നടത്തേണ്ടത് അങ്ങേയറ്റം ആവശ്യമാണ്. ഈ സമ്മർദ്ദങ്ങൾ എത്രത്തോളം ഇസ്രയേലിന് മേൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് മേൽ ഫലം കാണും? സ്വപ്ന ഈ സൂചിപ്പിച്ചതുപോലെ ഇസ്രായേൽ ഇത് ആദ്യമല്ല ഇറാന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം അഴിച്ചുവിടുന്നത്. ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സൂചന നൽകുന്നുണ്ട് ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുമെന്നൊരു സൂചനകളൊക്കെയും നൽകുന്നുണ്ട്. അതാണ് ആ ഒരു സൂചനകളാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ളൊരു ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇറാന് നേരെ ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ ലോകരാഷ്ട്രങ്ങളുടെ ഒരു ഇടപെടൽ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തന്നെ പറയുകയാണ്, സമാധാനം പാലിക്കുക, സംയമനം പാലിക്കുക, യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല, ഈ എല്ലാം സംസാരിച്ച് പരിഹരിക്കാം, അല്ലെങ്കിൽ സംയമനം പാലിക്കൂ എന്ന് UN സെക്രട്ടറി ജനറൽ പറയുന്നൊരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ UN പറയുന്നത് അക്ഷരാർത്ഥത്തിൽ കേൾക്കുന്ന ഒരു രാജ്യമല്ല ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇതിന് മുമ്പുണ്ടായ യുദ്ധങ്ങളൊക്കെയും എടുത്താൽ മനസ്സിലാകും. ഗാസയുമായി ഉണ്ടായ യുദ്ധം എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. യുഎൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കൂടാതെ ഇപ്പോൾ നടക്കുന്ന പ്രത്യാക്രമണങ്ങളെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകും ലോകരാഷ്ട്രങ്ങളൊക്കെയും തന്നെയും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഈവൻ മോദി ആണെങ്കിൽ കൂടി സമാധാനം പാലിക്കൂ എന്നാണ് ആഹ്വാനം ചെയ്യുന്നത്. കൂടാതെ ട്രംപാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെടുന്നത്. ഈ ഇസ്രായേൽ വലിയ രീതിയിലുള്ളൊരു ആക്രമണം നടത്തിയപ്പോൾ ഈ അമേരിക്ക പറയുകയുണ്ടായി, തങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, തങ്ങളുടെ ഒരു സഹായവും ഈ ഒരു ആക്രമണത്തിൽ ഉണ്ടായില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയുണ്ടായി. കൂടാതെ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. കൂടാതെ അദ്ദേഹം പറയുന്നത് ഈ വിഷയത്തിൽ ഇടപെടാനും അതുപോലെ തന്നെ മറ്റ് അറബ് രാഷ്ട്രങ്ങളുമായൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് സ്വപ്ന ഇനി വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ഒരു യുദ്ധസമാന സാഹചര്യത്തിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. പശ്ചിമേഷ്യ അശാന്തമായി കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇത് ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള, കാരണം എണ്ണ സ്വർണ്ണ വിലകളൊക്കെയും കുതിക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലാണ് ഈ ഒരു യുദ്ധം ലോകരാജ്യങ്ങളെ വലിയ രീതിയിലാണ് ഇനി ബാധിക്കുന്നത്. യുദ്ധം എപ്പോഴും അതിൽ ഏർപ്പെടുന്ന ആ 2 രാഷ്ട്രങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ മൊത്തം അത് ഈവൻ സാധനങ്ങളുടെ വിലക്കയറ്റം അടക്കം തുടങ്ങി നമ്മുടെ ശരാശരി ദൈനംദിന ജീവിതത്തെ അങ്ങേറ്റം ബാധിക്കുന്ന തലത്തിലേക്ക് അത് യുദ്ധം എവിടെയാണെങ്കിലും ബാധിക്കുക തന്നെ ചെയ്യും. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ ഞങ്ങൾ ബുള്ളറ്റിനുകൾ ഉൾപ്പെടുത്തുന്നതാണ്. ഐശ്വര്യയാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നത്. ഐശ്വര്യ, വളരെയധികം നന്ദി.
സംസ്ഥാനത്ത് മഴ തിമിർക്കുകയാണ്. ചെറിയൊരു ഇടവേളയാണ് ഉണ്ടായിരുന്നത്. വടക്കൻ കേരളത്തിൽ ഇപ്പോൾ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനായി വർഷ ചേരുകയാണ്. വർഷ, വീണ്ടും ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തി പ്രാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്ത് വരികയാണ്. ഈ പറഞ്ഞതുപോലെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണല്ലോ. എന്തെല്ലാം പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്? അതേ സ്വപ്ന സൂചിപ്പിച്ച പോലെ ഒരു കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തമാവുകയാണ്. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേപോലെ കണ്ണൂരിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതോടൊപ്പം തന്നെ നാളെ ഈ വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതായത് കണ്ണൂർ, കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, മലപ്പുറം തുടങ്ങി 5 ജില്ലകളിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി തിങ്കളാഴ്ചത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചൊവ്വാഴ്ച കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ അതിതീവ്രമായ മഴ ലഭിക്കുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതോടൊപ്പം തന്നെ ശക്തമായ മഴയും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ശക്തമായ കാറ്റുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നുള്ള കാര്യമാണ് അറിയിക്കുന്നത്. അതായത് അപകടകരമായ മരങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മുറിച്ചു മാറ്റേണ്ടതാണ്. അതുപോലെ ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ, പോസ്റ്റുകൾ എന്നിവയെല്ലാം ഉറപ്പിക്കേണ്ടതാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലും തീരദേശ മേഖലയിലുമുള്ളവരോട് ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം മലയോര മേഖലയെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത ഉള്ളതിനാൽ ശക്തമായ മഴ ലഭിക്കുമ്പോൾ വേണ്ട മുൻകരുതൽ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകും, അതോടൊപ്പം കാറ്റും ശക്തമാകും എന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവരോടും പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടി ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വെള്ളം കയറുന്ന ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ നിർദ്ദേശമുണ്ട്. എന്തായാലും സ്വപ്നം സൂചിപ്പിച്ച പോലെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. സംസ്ഥാനത്ത് 2 ജില്ലകളിൽ റെഡ് അലർട്ടുണ്ട്, ബാക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ DNA പരിശോധനയ്ക്കായി ഇന്ന് സഹോദരനിൽ നിന്ന് സാമ്പിൾസ് ശേഖരിക്കും. DNA സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന. മരിച്ച മറ്റുള്ളവരെ തിരിച്ചറിയാനായി DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുന്നു. ഇതുവരെ 200 പേർ സാമ്പിൾ നൽകി. അതേസമയം വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണ നടപടികൾ പുരോഗമിക്കുകയാണ്. വിമാനത്തിന്റെ ഒരു ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അന്വേഷണ സംഘം പരിശോധിക്കുന്നു. പൈലറ്റുമാരുടെ സംഭാഷണം അടങ്ങുന്ന കോക്പിറ്റ് വോയിസ് റെക്കോർഡറിനായും രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിനായും തിരച്ചിൽ തുടരുകയാണ്. ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ രാജ്യം മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കുന്ന മറ്റൊരു സ്റ്റോറിയാണ് ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന. 6 പതിറ്റാണ്ട് മുൻപ് മലപ്പുറത്ത് ഉണ്ടായ ഒരു വിമാന ദുരന്തത്തിൻ്റെ ഓർമ്മകളിലാണ് നിലമ്പൂർ കോവിലകത്തെ രാജേന്ദ്രവർമ്മ. ഈ ചേളാരിയിലുണ്ടായ വിമാനാപകടത്തിൻ്റെ ഫോട്ടോ ക്യാമറയിൽ പകർത്തിയത് അന്ന് 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയായിരുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ ഞെട്ടിൽ നിലമ്പൂർ കോവിലകത്തെ രാജേന്ദ്രവർമ്മയെ നയിക്കുന്നത് 6 പതിറ്റാണ്ടുകൾ മുമ്പ് മലപ്പുറം ജില്ലയിലുണ്ടായ 2 വിമാന അപകടങ്ങളിലേക്കാണ്. 1969-ൽ 2 പേർ മരിച്ച ചേളാരിയിലെ വിമാന അപകടത്തിന്റെ ഫോട്ടോ നാട്ടിൽ ക്യാമറകൾ അപൂർവമായിരുന്ന അക്കാലത്ത് രാജേന്ദ്രവർമ്മ പകർത്തിയിരുന്നു. അക്കാലത്ത് മധുരയിൽ നിന്ന് ഹിന്ദു പത്രം മലബാറിലേക്ക് കൊണ്ടുവന്നിരുന്നത് വിമാനത്തിലായിരുന്നു. ചേളാരിയിലെ എയർ സ്ട്രിപ്പിലായിരുന്നു വിമാനമിറക്കിയിരുന്നത്. ലാൻഡിങ്ങിനിടെ വിമാനം തകരുകയും പൈലറ്റും കോ പൈലറ്റും മരണമടയുകയും ചെയ്തു. അന്ന് ആ അപകടത്തിന്റെ ചിത്രം പകർത്താനായത് 11 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയ്ക്ക് മാത്രമായിരുന്നു. ചേളാരിയിൽ ഒരു ഇതേപോലത്തെ ചെറിയ പ്ലെയിൻ, അത് പണ്ട് ഹിന്ദു പേപ്പറിൽ അത് മലബാർ ഏരിയയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടി മധുരയിൽ നിന്ന് പ്ലെയിനിൽ കൊണ്ടുവന്നിട്ട് അന്നൊരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു ചേളാരിയിൽ. ആ എയർ സ്ട്രിപ്പിൽ ഈ ചെറിയ പ്ലെയിൻ വന്നിട്ട് അവിടെ ഇറക്കി വയ്ക്കുക, അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അന്ന്. അപ്പം എൻ്റെ ഒരു കസിൻ അന്ന് എന്നോട് ഇവിടെ വന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ കാറ് കയറുന്നു, പോവല്ലേ വന്നു. ഞാൻ സ്കൂളിൽ പഠിക്കാം, എനിക്ക് ഇവിടെ നിന്ന് 10-11 വയസ്സുണ്ട്. അപ്പോൾ അച്ഛൻ എന്നെ ഫോട്ടോഗ്രാഫി പഠിക്കും. ഇപ്പോൾ കുറച്ചിപ്പോൾ കാണിച്ച ആ ഇതിലാണ് ഞാൻ പഠിച്ചത്. മാനുവൽ ക്യാമറയാണ്. പക്ഷേ ഫോട്ടോഗ്രാഫിയുടെ പെർഫെക്ഷൻ കിട്ടാൻ ഫ്രെയിം എന്താണെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനക്ക് ഒരു ബോക്സ് ക്യാമറ വാങ്ങിക്കുന്നു. അപ്പോൾ ഞാനും കയ്യിൽ ലോഡഡായിട്ടുണ്ട്. അപ്പോൾ മഞ്ചേരി എത്തിയപ്പോൾ രാമനാട്ടുകാരുടെ അടുത്തൊരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായിട്ടുണ്ട്. ആ പോണ വഴിക്ക് നമ്മൾ കണ്ടിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ പോയി. അപ്പോൾ അവിടെ ബാരിക്കേഡൊക്കെ കെട്ടി പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് ഈ പ്ലെയിനായിരുന്നു, ഈ ഹിന്ദുവിൻ്റെ പേപ്പർ കൊണ്ടുവന്നുള്ള പ്ലെയിൻ. അത് വീടിൻ്റെ ഫ്രണ്ടൊക്കെ കത്തിപ്പോയി. 2 പേരും പൈലറ്റും കോ പൈലറ്റും മരിച്ചു.
പക്ഷേ ഞാൻ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ ഈ ക്യാമറ കൊണ്ടുപോയത്. പക്ഷെ അവിടെ ബാരിക്കേഡ് വെച്ചുകൊണ്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല. കുറച്ച് ദൂരെ നിന്നിട്ട് ആ ഫോട്ടോ വന്ന് ക്ലിക്ക് ചെയ്തു. നോക്കിയപ്പോൾ അതേ ഉള്ളൂ ഇത്രക്കും അതിൻ്റെ ഫോട്ടോഗ്രാഫി, വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് ഹിന്ദു പേപ്പർ തന്നെ പറഞ്ഞുകൊണ്ട്. ചേളാരിയിൽ അപകടമുണ്ടായതിന് 8 വർഷം മുമ്പ് നിലമ്പൂരിൽ മറ്റൊരു വിമാനം തകർന്നിരുന്നു. നാഗ്പൂർ ഫ്ലൈയിംഗ് ക്ലബിൽ നിന്നുള്ള വൈമാനികർ പറത്തിയിരുന്ന വിമാനം നാവിഗേഷൻ തകരാറിനെ തുടർന്ന് ദിശ തെറ്റി നിലമ്പൂരിലെത്തുകയും അടിയന്തര ലാൻഡിങ്ങിനിടെ അപകടത്തിൽപ്പെടുകയുമായിരുന്നു. നിസാര പരിക്കുകളോടെ വൈമാനികർ രക്ഷപ്പെട്ടു. ആ അപകടത്തിന്റെ ഫോട്ടോ പകർത്തിയത് രാജേന്ദ്രവർമ്മയുടെ പിതാവ് ഗോദവർമ്മൻ തിരുമൽപ്പാടായിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഫോട്ടോഗ്രഫിയിൽ താല്പര്യമുണ്ടായിരുന്ന രാജേന്ദ്രവർമ്മയ്ക്ക് അച്ഛനായിരുന്നു ക്യാമറകളും പ്രോത്സാഹനവും നൽകിയിരുന്നത്. അധ്യാപക വൃത്തിയിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവിതം നയിക്കുന്ന രാജേന്ദ്രവർമ്മ അന്നത്തെ അപകടത്തിൻ്റെതടക്കമുള്ള ഫോട്ടോകളും ക്യാമറകളും ഇന്നും സൂക്ഷിച്ചു വയ്ക്കുന്നു. അമൃത ന്യൂസ്, നിലമ്പൂർ. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ചൊല്ലി കോഴിക്കോട് DFOയും അക്കൗണ്ടന്റ് ഹെഡും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ ജില്ലാ ഫോറസ്റ്റ് ഡിവിഷന്റെ പ്രവർത്തനം താളം തെറ്റുകയാണ്. ഇതോടെ ദിവസവേതനക്കാർക്കുള്ള ശമ്പളവും കൃഷിനാശം നേരിട്ടവർക്കുള്ള നഷ്ടപരിഹാര വിതരണവും മുടങ്ങിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് DFOയുടെ കീഴിൽ പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മാത്തോട്ടത്തേക്ക് സ്ഥലം മാറ്റം വേണമെന്ന് കാണിച്ച് അക്കൗണ്ടന്റ് ഹെഡ് അപേക്ഷ നൽകിയിരുന്നു. ഡിജിറ്റൽ സിഗ്നേച്ചറിനെ ചൊല്ലി DFOയും അക്കൗണ്ടന്റ് ഹെഡും കൊമ്പ് കോർത്തതിന് പിന്നാലെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിക്കാൻ അക്കൗണ്ടന്റ് ഹെഡായ രാജേശ്വരൻ നായരെ കൂടി ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കോഴിക്കോട് DFO യു ആഷിഖ് അലിയുടെ ഉത്തരവ് ശീതസമരത്തിന് വഴിയൊരുക്കി. സാമ്പത്തിക തട്ടിപ്പുകളിൽ കുടുക്കാനുള്ള ശ്രമമാണെന്നാരോപിച്ച് രാജേശ്വരൻ നായർ ധനകാര്യ വകുപ്പിനെ സമീപിച്ചു. ഡിജിറ്റൽ സിഗ്നേച്ചർ മറ്റാർക്കും ഉപയോഗിക്കാൻ പാടില്ലെന്ന് വ്യക്തമാക്കിയ ധനകാര്യ വകുപ്പ് DFOയുടെ ഉത്തരവ് റദ്ദാക്കി. ഇതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നം കൂടുതൽ വഷളായി. വനം വികസന ഫണ്ട് DFO ഉപയോഗിക്കുന്നത് സുതാര്യമല്ലെന്നുള്ള ആരോപണം രാജേശ്വരൻ നായർ ഉന്നയിച്ചിരുന്നു. ബില്ലുകൾ ഒപ്പിട്ടുകൊടുത്താൽ കേസുകളിൽ താൻ പ്രതിയാകുമെന്നാണ് അക്കൗണ്ടന്റിന്റെ വാദം. ഓഫീസ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കുകയാണ് അക്കൗണ്ടന്റ് ഹെഡ് ചെയ്യുന്നതെന്നാണ് DFO പറയുന്നത്. തർക്കം മുറുകിയതോടെ DFO ഓഫീസിൽ നിന്ന് മാത്തോട്ടം ഇൻസ്പെക്ഷൻ ആൻഡ് ഇവാലുവേഷൻ വിങ്ങിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് രാജേശ്വരൻ നായർ കഴിഞ്ഞ 30-ന് അപേക്ഷ നൽകി. എന്നാൽ ഇദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയാൽ ഉത്തരമേഖലയിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ അവതാളത്തിലാവുമെന്ന റിപ്പോർട്ടോടെയാണ് DFO സ്ഥലം മാറ്റ അപേക്ഷയ്ക്ക് തടസ്സവാദം ഉന്നയിച്ചത്. DFOയും അക്കൗണ്ടന്റ് ഹെഡും തമ്മിലുള്ള തർക്കം രൂക്ഷമായതോടെ ദിവസക്കൂലിയും മറ്റ് ആനുകൂല്യ വിതരണവും മുടങ്ങിയപ്പോൾ മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരുന്നു. എന്നാൽ ശാശ്വത പരിഹാരം ഇപ്പോഴും അകലെയാണ്. വനം മന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ട് പോലും പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ തർക്കം തുടർന്നാൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നഷ്ടപരിഹാരം പോലും കർഷകർക്ക് യഥാസമയം ലഭിക്കില്ല. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. എക്കാലവും മാറി മാറി ജീവിതം ദുരിതത്തിലായ ഒരു മേഖല, തീരദേശ മേഖല. അമൃത ന്യൂസിന്റെ അന്വേഷണ പരമ്പര തുടരുകയാണ്. കണ്ണീർ കടലോരം. ഈ കടലെടുത്ത ഭൂമിക്കും നികുതി അടയ്ക്കുക എന്തൊരു ദുര്യോഗമാണിത്. ശരിക്കും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് കാസർഗോഡ് കൊവ്വൽ കടപ്പുറത്തെ കുടുംബങ്ങൾ. 10 സെന്റ് മുതൽ 40 സെന്റ് സ്ഥലം വരെ അറബിക്കടലിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങളായി പ്രദേശത്തെ 50ഓളം കുടുംബങ്ങളുടെ ഭൂമിയാണ് കടലായി മാറിയത്. കര പൊട്ടുന്നില്ലേ അവിടെ വരെ ഉണ്ടായി അതിലേക്കാണ് റോഡ് തിരയടിച്ചു വരുന്ന കടലിൽ അങ്ങ് അകലേക്ക് വിരൽ ചൂണ്ടി കൊവ്വൽ കടപ്പുറത്തെ KC ഗോപാലനും വെള്ളച്ചിയും ദാമോദരനും മാലതിയും മാധവിയുമെല്ലാം പറയുന്നത് ഞങ്ങൾക്കവിടെ ഭൂമിയുണ്ടായിരുന്നുവെന്ന്. 100 കണക്കിന് തെങ്ങുകളും ചവോക്കുമരങ്ങളും തീരദേശ റോഡും ഉൾപ്പെട്ടിരുന്ന പ്രദേശം കടലായി മാറിയിട്ട് വർഷങ്ങളായി. നമ്മളെ സ്ഥലമെല്ലാം കടലിലുണ്ട്, കുറെ സ്ഥലം പോയിട്ടുണ്ട്, കുറെ കാറ്റാടി മരം ഉണ്ടായി, ചാടുമാവളി ഒരു മരം ഉണ്ടായി, ചെടി ഉണ്ടായി, വേറെ മുള്ളു പോലത്തെ ഒരു ചെടി ഉണ്ടായി. അതിനപ്പുറമാണ് കടലിട്ട്. അപ്പൊ അത് ഇങ്ങോട്ട് വീട് പോയി. 68 സെന്റ് സ്ഥലമുണ്ടായിരുന്ന കൊവ്വൽ കടപ്പുറത്തെ ഇരിയണ്ണി മാധവിക്ക് നിലവിൽ 46 സെന്റ് മാത്രമേയുള്ളൂ. വെള്ളച്ചിയുടെ 120 സെന്റ് സ്ഥലത്ത് നിന്ന് 40 സെന്റ് ഭൂമി കടലായി മാറി.
കടലായി മാറിയ ഭൂമിക്ക് കുടുംബങ്ങൾ ഇപ്പോഴും നികുതി അടക്കുന്നുണ്ട്. മാറ്റിയിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മ പണ്ടേ ഇല്ല നികുതി തന്നെയല്ലേ ഇപ്പോൾ അടക്കുന്നില്ലേന്ന്. വെറുതെ പൈസ നമ്മ ഗവൺമെന്റ് കൊടുക്കാണ്ടേ 32 സെന്റ് ഉണ്ടായത്. പോയി ഇപ്പൊ അത്രയുണ്ട്. ബാക്കിയെല്ലാം കടലിൽ കൊണ്ടുപോകും. അവശേഷിക്കുന്ന സ്ഥലവും വീടും വർഷങ്ങൾക്കകം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. എനിക്ക് ഈ വർഷം വന്നാലും ഏകദേശം ആ വീട് വരെ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇല്ലത്. ഇപ്പൊ ഈ സ്ഥിരസ്ഥിതി ആ ഒരു ഇതാണ് ഇല്ല. എന്താ എല്ലാവരും കാലവർഷം വരുമ്പോ വരും, നോക്കും, പോവും, വിറ്റിയിട്ട് അങ്ങനെ ആക്കാന്നെല്ലാം പറയുന്നുണ്ട്. ബാക്കിയുള്ള സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി നികുതി ഇളവ് നൽകണമെന്ന് റവന്യൂ അധികൃതരോട് അറിയിച്ചെങ്കിലും ഇതുവരെ നടപടികളില്ല. ഇത്തരത്തിൽ കൊവ്വൽ കടപ്പുറത്തെ 50ഓളം കുടുംബങ്ങളുടെ ഭൂമിയാണ് കടലിന്റെ ഭാഗമായി മാറിയത്. കഴിഞ്ഞ 20 വർഷ കാലയളവിനിടയിലാണ് സാധാരണ നിലയിലായിരുന്ന തെങ്ങിൻ പറമ്പുകൾ കടൽ കയറി വന്ന് ഇല്ലാതായത്. പ്രദേശത്ത് 3 വർഷം മുൻപ് സ്ഥാപിച്ച ജിയോ ബാഗുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. കടൽ ഇവർക്കൊക്കെ കടലമ്മയാണ്, സ്നേഹമാണ്. പക്ഷേ ഈ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഈ മനുഷ്യർ കഴിഞ്ഞ കുറേ വർഷമായി അതേ കടലിനെ ഭയന്ന് ജീവിക്കുകയാണ്. രാത്രിയെന്നോ പകലെന്നോ ഒരു ഭേദമില്ലാതെ പ്രക്ഷുബ്ധമായ കടൽ അവരുടെയൊക്കെ ജീവിതത്തിലേക്കാണ് ഇരച്ചു കയറുന്നത്. കൊച്ചി ചെല്ലാനത്ത് കടൽഭിത്തി നിർമ്മാണം പൂർണ്ണമായും നടപ്പിലാകാതെ വലിയ ദുരിതത്തിലാണ് തീരദേശവാസികൾ. ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് കടലെടുത്തു പോകുമ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്നത് ഒരു ജനതയാണ്. മറ്റെല്ലാവരെയും പോലെ അന്തസ്സോടെയും സുരക്ഷയോടെയും ജീവിക്കാൻ അവർക്കും അവകാശമുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറേ വർഷമായി ചെല്ലാനം തീരദേശ നിവാസികൾക്ക് സമാധാനമായി ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. ഏതു സമയത്തും ഉള്ളതെല്ലാം തകർത്തിടാൻ കടലിങ്ങ് ഇരച്ചെത്തുമെന്ന അവസ്ഥ അവരെ ഭയപ്പെടുത്തുകയാണ്. ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ സാധനമൊക്കെ കുറേ ഒഴുകിയൊക്കെ പോയി, പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ പോയി. ഞങ്ങൾ ഇത് ഇവിടം വരെ വെള്ളം കയറി വന്നു. ഞങ്ങൾ അത്താഴപ്പണ്ടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കടലോരത്ത് കിടന്ന് ഇപ്പം എത്ര മാസമായി കടലിൽ പണി ഉണ്ടായിട്ട് ഞങ്ങളുടെ മക്കളൊക്കെ പണിയില്ലാതെ കൊണ്ട് വലഞ്ഞു നടക്കണം. കാര്യം എന്ത് ചെയ്യാനാണ്? നമ്മുടെ സാധാരണ എപ്പോഴും ആ ദുരിതങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ വോട്ട് കഴിക്കാൻ വേണ്ടി പലരും വരുന്നുണ്ട്. ആ സമയത്ത് ആരും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പുതിയ സംഭവം പാസ്സായിട്ട് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഇത്തരം ഭാഗം ചിലവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവർ ചെയ്തിട്ടില്ല. കടൽ ഭിത്തി സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ചെല്ലാനുകാരുടെ ആവശ്യത്തിന് ഇതുവരെയും ഒരു നീക്കിപ്പോക്കുണ്ടായിട്ടില്ല. കടൽക്ഷോഭം തടയാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താമെന്ന സർക്കാർ വാഗ്ദാനവും ഇതുവരെ പാലിക്കപ്പെട്ടില്ല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയതോടെ നിത്യചെലവിന് പോലും പ്രതിസന്ധി നേരിടുകയാണ് ഇവർ. ഭയങ്കര ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇത്രയും ഞങ്ങളെ തള്ളിയിട്ടേക്കണമെന്ന് പറയും. ഈ പുത്തൻതോട് ഗ്യാപ്പ് മുതൽ ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾ ആ കടപ്പുറത്തായിട്ടൊന്ന് കയറി നോക്കി അറിയാം, കല്ലില്ല, ഒട്ടും കല്ലില്ല. കടൽ കയറി വീടുകളുടെ ചുമരുകളടക്കം അടർന്നു തുടങ്ങി. പൊറുതിമുട്ടി തീരദേശ മേഖലയിലെ ജീവിതം തന്നെ അവസാനിപ്പിച്ച് മറ്റൊരിടത്തേക്ക് കുടിയേറിപ്പാർത്തവരും നിരവധിയാണ്. സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഫലം കാണാതായതോടെ പകച്ചു നിൽക്കുകയാണ് ചെല്ലാനം നിവാസികൾ. ചെല്ലാനത്തെ തീരദേശ നിവാസികളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് കടൽ ഭിത്തി നിർമ്മിക്കുക എന്നത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ട് പോലും താൽക്കാലിക സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പോലും ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. ചെല്ലാനത്ത് നിന്നും ക്യാമറമാൻ പി ശശികാന്തിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ വാശിയേറിയ പ്രചാരണവുമായി മുന്നണികൾ രംഗത്തുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് 2 യോഗങ്ങളിൽ പങ്കെടുക്കും. ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചരണത്തിനായി വയനാട് MP പ്രിയങ്ക ഗാന്ധി മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നാളെയാണ് പ്രിയങ്കയുടെ തെരഞ്ഞെടുപ്പ് റാലി. MT രമേശ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളെ രംഗത്തിറക്കി NDAയുടെ പ്രചരണവും മുന്നോട്ട് പോകുന്നു. വികസനവും വിവാദവും മണ്ഡലത്തിൽ ചർച്ചയാക്കി മുന്നണികൾ. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനം, വിവാദം, വർഗീയത, ഇതിലേതിലാണ് ജനങ്ങൾ കുത്തുക അല്ലെങ്കിൽ എവിടെയാണ് വോട്ടിടുക എന്നതിനെ അനുസരിച്ചായിരിക്കും ഒരുപക്ഷെ ഇത്തവണത്തെ നിലമ്പൂരിലെ വിധിയെഴുത്ത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. സ്ഥാനാർത്ഥികളുടെ പ്രചരണവും നേതാക്കളുടെ പ്രചരണവും പര്യടനവും എന്താണ് ഇന്നത്തെ ഒരു പരിപാടികൾ? സ്വപ്ന, തീർച്ചയായും തിരഞ്ഞെടുപ്പ് അതിൻ്റെ ആവേശത്തിലേക്ക് അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിനുള്ളത്. ആ സമയത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വികസന വിഷയങ്ങൾക്കപ്പുറത്തേക്ക് നിലവിലെ മണ്ഡലത്തിലെ മറ്റ് പ്രശ്നങ്ങളും ഒപ്പം തന്നെ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരാമർശങ്ങളും ഒക്കെ തന്നെ പ്രധാനമായി ചർച്ചയാകുന്നു. അത്തരം ആരോപണങ്ങൾ, അതിനുള്ള മറുപടികൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങളിലൂന്നി തന്നെയാണ്
മണ്ഡലത്തിലെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. പുതിയതായി എത്തുന്ന നേതാക്കളും നിലവിലുള്ള നേതാക്കളും ഒക്കെ തന്നെ ഇതിന്റെ ചുവട് പിടിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കഴിഞ്ഞ 2-3 ദിവസമായി ആ രീതിയിലായിരുന്നെങ്കിൽ ഇന്നലെ UDF LDF അത്തരം ഒരു ചതിക്കുഴി ഒരുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാകണം ഇന്നലെ ഒരു U-turn UDFന്റെ ഭാഗത്തുണ്ട്. അതായത് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരായ വികാരം, ഇത് വോട്ടാക്കി മാറ്റുക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. മറ്റു വിഷയങ്ങളിലേക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പലസ്തീൻ വിഷയമടക്കം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് UDF ഭയപ്പെടുന്നത്. അതുകൊണ്ട് പ്രധാനമായും സംസ്ഥാന സർക്കാരിനെതിരായ വിരുദ്ധ വികാരം അത് വളരെ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ UDF ഉദ്ദേശിക്കുന്നത്. NDAയും സമാന രീതിയിൽ തന്നെ NDA UDFനും അതുപോലെ തന്നെ LDFനും എതിരായ പൊതുവികാരം രൂപപ്പെടുത്തിയെടുക്കുക, അത് വോട്ടാക്കി മാറ്റുക എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് 2 പരിപാടി വഴിക്കടവിലും അതുപോലെ തന്നെ എടക്കരയിലും 2 പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. 4 മണിക്കും 5 മണിക്കുമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളുള്ളത്. ഒപ്പം തന്നെ മറ്റ് സാംസ്കാരിക പരിപാടികളും LDFന്റെയും ഒപ്പം തന്നെ UDFന്റെ ഭാഗമായൊക്കെ തന്നെയുണ്ട്. LDFന് വേണ്ടി ഇന്ന് പ്രസീത ചാലക്കുടി അടക്കം വോട്ട് തേടാനായി മണ്ഡലത്തിലേക്കുന്നു, ഗാനമേളയ്ക്കും ഒക്കെയായി ഇങ്ങനെ വിവിധ പരിപാടികളാണ് LDF മുന്നോട്ട് വെക്കുന്നതെങ്കിൽ മന്ത്രിമാരും ഈ പരിപാടികളിലൊക്കെ തന്നെ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി പര്യടനവും എടക്കര അടക്കമുള്ള ചുങ്കത്തറ അടക്കമുള്ള പഞ്ചായത്തുകളാണ് സ്ഥാനാർത്ഥി പര്യടനം നടക്കുന്നത്. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ച് പ്രിയങ്ക ഗാന്ധി നാളെ എത്തും. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. വയനാട്ടിലെ പൊതുപരിപാടികളാണ് ഇന്ന് പ്രിയങ്ക പങ്കെടുക്കുന്നത്. നാളെയോടുകൂടി തന്നെ നാളെ പ്രിയങ്ക 2 പരിപാടികളിൽ പങ്കെടുക്കും. 2 റാലികൾ നേരത്തെ തീരുമാനിച്ചതെന്നാണ്. അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിലെ പ്രമുഖരെ എല്ലാം നിലമ്പൂരിൽ ഇറക്കി. ഉപതെരഞ്ഞെടുപ്പ് പ്രസ്റ്റീജായി മാറിയിരിക്കുകയാണ്. ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും വാശിയേറിയ പ്രചരണവുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും ഈ അവസാന ലാപ്പിൽ അവസാന മണിക്കൂറുകളിൽ ഓരോ വോട്ടും ഉറപ്പിക്കാനായി മുന്നോട്ട് പോവുകയാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം സുനിശ്ചിതമെന്നും ഷാഫി പറമ്പിൽ MP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. നേതാക്കൾ ഒറ്റക്കെട്ടായിട്ടാണ് പ്രചരണം നടത്തുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടുകൾ UDFന് തന്നെ ലഭിക്കുമെന്നും ഷാഫി അമൃത വാർത്തകളോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ വലിയ ആവേശത്തിലാണ് നിലമ്പൂർ ഉള്ളത്. നിലമ്പൂരിലെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആകെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ MP ഉണ്ട്. എങ്ങനെയുണ്ട് നിലമ്പൂരിലെ ട്രെൻഡ് ഇപ്പോൾ? ആകെ ചുക്കാൻ പിടിക്കുന്ന ഞാനൊന്നുമല്ല, ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് എല്ലാവരും. പക്ഷേ യൂത്താണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. ബൂത്തിലെ സാധാരണ ഇവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ തൊട്ട് പിന്നെ ACC ലീഡർഷിപ്പ് വരെയുള്ള ആളുകൾ സ്റ്റേറ്റിൻ്റെ ഒരു ആവശ്യം എന്നുള്ള നില കൂടിയാണ് കാണുന്നത്. കേരളത്തിന് ആവശ്യമാണ് നിലമ്പൂരിൽ UDF വിജയിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സെൻസ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജനങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ട വിഷ്വൽസ്, നിങ്ങൾ കണ്ട ആളുകളുടെ പ്രതികരണം, ഇതാണ് ഞങ്ങളുടെ കോൺഫിഡൻസ്. ആളുകൾ പോസിറ്റീവാണ്, അവർക്ക് രാഷ്ട്രീയം അറിയാം. ഇത്തവണ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് കൃത്യമായ ധാരണയുണ്ട്. ഈ സ്വരാജ് വന്നതോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ ഒരു ചർച്ചകൾ മാറി തുടങ്ങിയിരുന്നോ? അത് ഓരോ സമയത്ത് അവരുടെ കാൻഡിഡേറ്റിനെ പ്രഖ്യാപിക്കുമ്പോഴൊക്കെ അങ്ങനെ വരുന്നതല്ലേ. അപ്പോൾ ഇതിനേക്കാളും അപ്പുറമായിരുന്നില്ല കഴിഞ്ഞ തവണ പാലക്കാട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതെന്തോ ഭയങ്കര എന്തോ മൂവ്മെൻ്റ് ആണ് എന്നുള്ളത്. ആ ജീപ്പ് നമുക്ക് വോട്ട് ചെയ്യേണ്ട ജീപ്പാണോ? ഒരു കുഞ്ഞ് i5 അടിക്കും. ഹീറോ. അപ്പം ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ ധാരണ ജനങ്ങൾക്കുണ്ട്. ഇപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി, നിലമ്പൂരിന് വേണ്ടി നിലമ്പൂർ ജനത UDFന് വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിക്കും. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. അതിൽ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നതാണ് ജനങ്ങളുടെ റെസ്പോൺസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഈ അൻവറിൻ്റെ ഒരു വോട്ട് സ്വാഭാവികമായും സർക്കാർ വിരുദ്ധ വോട്ടുകളിൽ ഏതെങ്കിലും തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കുമെന്നൊരു ആശങ്ക UDFനുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, ഇപ്പം സർക്കാർ വിരുദ്ധ വോട്ട് ചെയ്യുന്നവരുടെ ഇൻറ്റൻഷൻ എന്താ? സർക്കാരിനെതിരായിട്ട് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തണം. അതെങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത്? അവരുടെ സർക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ നയങ്ങൾ, നയപരിപാടികൾ തോൽക്കണം. അത് തോൽക്കണമെങ്കിൽ ഇവിടെ ജയിക്കാൻ ആർക്കാണ് കഴിയുന്നത്? UDF. അപ്പോൾ സർക്കാർ വിരുദ്ധ വോട്ടാണ് ഇൻറ്റൻഷൻ എങ്കിൽ UDFനല്ലാതെ വേറെ ആർക്കെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ UDFന് ചെയ്യണം. അത് ജനങ്ങൾ മനസ്സിലാക്കൂലേ? അപ്പോൾ നിങ്ങൾ എനിക്കെതിരായിട്ടൊരു വോട്ട് ചെയ്യണമെങ്കിൽ എന്നെ തോൽപ്പിക്കുന്ന ഒരാൾക്ക് ചെയ്യണം. അതിവിടെ LDFന് തോൽപ്പിക്കാൻ കഴിയുന്ന UDFനല്ലേ ഉള്ളൂ. ആ വോട്ട് പാഴായി പോവാത്ത വോട്ടാവണമെങ്കിൽ UDFന് തന്നെ ചെയ്യണം. ഒരുപക്ഷേ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം വളരെ സംഘടിതമായി UDFന് ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളില്ലാത്തൊരു പ്രചരണം നമുക്കിവിടെ കാണാൻ കഴിയും. ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ട്, പക്ഷേ സാധാരണ ഏതെങ്കിലും തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ എണ്ണയിട്ട യന്ത്രം പോലെ ഒരു പ്രവർത്തനത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്.
എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വർക്കിനെ അത് വാർത്തകളാണ്, കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നത് പലപ്പോഴും വാർത്തകളായിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഫോക്കസ് ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ വലിയ വിവാദങ്ങളുടെ കൊടുമ്പിരിയായിരുന്നു പാലക്കാട് അല്ലേ, പക്ഷെ ഞങ്ങളുടെ ഫോക്കസ് ഗ്രൗണ്ടിലായിരുന്നു. പുതുപ്പള്ളിയിൽ എങ്ങനെയായിരുന്നു, ഇപ്പം തൃക്കാക്കര തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ആരാ പാർട്ടി വിട്ട് പോയെ. അപ്പം അങ്ങനെ അതൊരു വശത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു, ഞങ്ങളിതൊരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. അതാണ് ഞങ്ങൾ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ കഴിഞ്ഞപ്പോൾ എല്ലാവരും പ്രഖ്യാപിച്ച് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതാണ്. പക്ഷേ പാർട്ടി സ്പിരിറ്റിൽ എല്ലാവരും ഒരുമിച്ച് നിന്നു. DCC പ്രസിഡന്റ് VS ജോയ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററായിട്ടുള്ള കാര്യങ്ങളാണ്. നന്നായിട്ട് തന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ വെറുതെ ജയിക്കാമെന്നല്ല, പണിയെടുത്ത് ജയിക്കാമെന്നാണ്. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നില്ലേ? ഇതാണ് ഷാഫിക്ക് പറയാനുള്ളത്. ഷാഫി തന്നെയാണ്. ഷാഫി ഇപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഷാഫി പറയുന്നത് ഷാഫി അതിൻ്റെ നേതൃത്വം ചുക്കാൻ പിടിക്കുന്നത് ഷാഫി മാത്രമല്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു യുവത്വം വളരെ കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കുണ്ട്. ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒപ്പം തന്നെ PK ഫിറോസും അടങ്ങുന്ന ഒരു യുവത്വം. ആ യുവത്വത്തിന് നേതൃത്വം നൽകുകയും യുവാക്കളെ കൂടുതലായി നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്. നിലമ്പൂരിൽ വികസനത്തെക്കുറിച്ച് LDFനും UDFനും ഒന്നും പറയാനില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആരോപിക്കുകയാണ്. മതരാഷ്ട്രവാദമാണ് നിലവിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത്. തീവ്രവാദ സംഘടനകളെ UDFും LDFും വീതം വെച്ചെടുക്കുന്നുവെന്നും കൃഷ്ണദാസ് അമൃത വാർത്തകളോട് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ വലിയ ആവേശത്തിലാണ് നിലമ്പൂരുള്ളത്. ശക്തമായ പ്രചാരണമാണ് NDA സ്ഥാനാർത്ഥിയും പ്രവർത്തകരും കാഴ്ചവെക്കുന്നത്. അതിന് നേതൃത്വം നൽകിക്കൊണ്ട് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ഉണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? എല്ലാ പ്രവർത്തനങ്ങളും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ NDAയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ഗൃഹയോഗങ്ങൾ, സമ്പർക്കം എല്ലാം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായി വ്യാപകമായിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ പൊതുവെ ഞങ്ങൾക്ക് ഇതുവരെ നടത്താൻ സാധിക്കാത്ത രീതിയിലുള്ള ഗൃഹസമ്പർക്കങ്ങൾ, അതേപോലെ തന്നെ പ്രചരണ പരിപാടികൾ, ഇത് നന്നായിട്ട് ഈ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളിലും ഒരുപക്ഷെ BJPക്കും NDAക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മേഖലകളിൽ, ഉദാഹരണത്തിന് മലയോര മേഖല, ന്യൂനപക്ഷ മേഖല, ഇത്തരം പ്രദേശങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിക്കുന്നത്, BJPക്കും NDAക്കും ലഭിക്കുന്നത്. ഇത് ഞങ്ങളുടെ ശുഭാപ്തി വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഇവിടെ നിലമ്പൂരിലെ ജനങ്ങൾ ഒരു വികസനം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം BJPയും NDAയും കേരളത്തിലുടനീളം ഒരു പുതിയ രാഷ്ട്രീയം അവതരിപ്പിക്കുന്നുണ്ട്. അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. മാറാത്തത് ഇനി മാറും എന്നുള്ളതാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഈ ഒരു രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ നിലമ്പൂരിലും വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു വികസിത കേരളം, വികസിത നിലമ്പൂർ എന്ന എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള, അതോടൊപ്പം കഴിഞ്ഞ 11 വർഷക്കാലത്തിനുള്ളിൽ പ്രിയങ്കരനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പാക്കി കാണിച്ച ഈ ഒരു രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇവിടെ വോട്ടർമാരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ 6.5 പതിറ്റാണ്ട് കാലത്തെ ദുർഭരണത്തിലൂടെ ഈ കേരളത്തെയും പ്രത്യേകിച്ച് നിലമ്പൂരിനെയും ഒരു അവികസിത മേഖലയാക്കി അധപ്പതിച്ചിട്ടുള്ള ഇരു മുന്നണികളെ ജനങ്ങൾ തിരിച്ചറിയുന്നു. NDA ജനങ്ങൾ മനസ്സിലാക്കുന്നു, BJPയെ ജനങ്ങൾ മനസ്സിലാക്കുന്നു, നരേന്ദ്രമോദിജിയെ ജനങ്ങൾ സ്വീകരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് മോഹൻ ജോർജിന് അനുകൂലമായി ജനവിധി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിൽ ആദ്യം തുടക്കത്തിലൊരു സാഹചര്യം മാറി. ഒരുപക്ഷെ വികസന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിനപ്പുറത്തേക്ക് ഇപ്പോൾ മതവും ജാതിയും പറഞ്ഞുള്ള അല്ലെങ്കിൽ പരാമർശങ്ങൾ ഏറ്റെടുത്ത് ഒരു വിവാദം മാത്രം ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ഇടത് വലത് മുന്നണികൾ മാറിയിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. കാരണം വികസന രാഷ്ട്രീയത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിലമ്പൂരിലെ വികസനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ കോൺഗ്രസും CPMും അല്ലെങ്കിൽ UDFും LDFും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നിലമ്പൂരിൻ്റെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും LDFും UDFും വിചാരണ ചെയ്യപ്പെടും. കാരണം ഇവിടെ 65 കൊല്ലക്കാലത്തെ വികസനത്തെക്കുറിച്ച് LDFിനോ UDFിനോ ഒന്നും സംസാരിക്കാനില്ല. ഉദാഹരണത്തിന് ഇവിടെ 2 പതിറ്റാണ്ട് കാലം മുമ്പ് ആരംഭിച്ച ഒരു ബൈപ്പാസ് ഉണ്ട്, ഇതുവരെ കാട് പിടിച്ച് കിടക്കുകയാണ്. എന്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന്
നിലമ്പൂരിലെ വോട്ടർമാർ ചോദിച്ചാൽ എന്താ CPM ഉത്തരം പറയാൻ സാധിക്കുക, എന്താ കോൺഗ്രസിന് ഉത്തരം പറയാൻ സാധിക്കുക? അപ്പോൾ ബൈപ്പാസ് പ്രശ്നം ചർച്ച ചെയ്യരുത്. ഇവിടെ ഒരു ഗവൺമെൻറ് കോളേജ് ഉണ്ട്. ഓരോ 2 വർഷവും ഓരോ പ്രദേശത്താണ് അതിൻ്റെ പ്രവർത്തനം. കാരണം സ്വന്തമായി കെട്ടിടമില്ല. എന്തുകൊണ്ടാണ് ഈ 2 പതിറ്റാണ്ട് കാലമായിട്ട് ഈ നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജിന് കെട്ടിടമില്ല എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനും അതുപോലെ തന്നെ CPMനും ഉത്തരം പറയാനില്ല. അതേപോലെ തന്നെ ഇവിടുത്തെ ഏറനാടും നിലമ്പൂരും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു പാലമുണ്ട്. 2 തവണ തറക്കല്ലിട്ടതാണ്. ഇതുവരെ ഒരു കിൻഡൽ കമ്പി പോലും ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടില്ല. എന്തുകൊണ്ട് നടപ്പായില്ല എന്ന് ചോദിച്ചാൽ അത് നിലമ്പൂരിലെ വികസനത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതിന് കോൺഗ്രസിനും CPMനും ഉത്തരവില്ല. അപ്പം ഈ നിരവധി വികസന പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ചർച്ച ചെയ്താൽ അത് കോൺഗ്രസിനെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും വിചാരണ ചെയ്യുന്നിടത്താണ് എത്തുക. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ദക്ഷിണാഫ്രിക്ക വിജയപ്രതീക്ഷയിൽ 282 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്ക 3-ാം ദിവസം പൂർത്തിയാക്കിയപ്പോൾ 2 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 213 റൺസ് എടുത്തിട്ടുണ്ട്. സെഞ്ചുറി നേടിയ എയ്ഡൻ മാക്രം, തെമ്പ ബൗമ എന്നിവർ ക്രീസിലുണ്ട്. റിയാൻ റിക്കിൾട്ടൺ, വിയാൻ മോൾട്ടർ എന്നിവരുടെ വിക്കറ്റുകളാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായത്. 2 വിക്കറ്റുകളും മിച്ചൽ സ്റ്റാർക്കിനാണ്. ലോർഡ്സിൽ 3-ാം ദിനം ഓസ്ട്രേലിയയുടെ ഇന്നിംഗ്സ് 207 അവസാനിക്കുകയായിരുന്നു. ഗുഡ് മോർണിംഗ് കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണാം. നമസ്കാരം.